ഒരു കാരണവശാലും രാത്രി 8 മണിക്ക് ശേഷം ആ കോളേജിന്റെ ഭാഗത്തേക്ക് പോവരുത്. കേരളത്തിലെ ഒരു കോളേജിലെ 7 സുഹൃത്തുക്കൾ അവസാനമായി നടത്തുന്ന ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കോളേജിലെ പഠിത്തം ഏകദേശം അവസാനിക്കാനായ സമയത്ത് അവർ 7 പേർ കൂടി തീരുമാനിച്ചതായിരുന്നു അവർ നീലഗിരി എസ്റ്റേറ്റിനകത്ത് ഒരു ഹോം സ്റ്റേയിൽ താമസിക്കാനായി പോകണമെന്ന്. അതിന് അവർ തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ 7 പേരും അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവർ യാത്ര തിരിക്കുന്ന സമയത്ത് ഈ 7 പേർക്കും അറിയില്ലായിരുന്നു ഈ ഒരു യാത്ര അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചില അസ്വാഭാവികമായ കാര്യങ്ങളെക്കുറിച്ച്. എന്നാൽ ആ ബംഗ്ലാവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ബംഗ്ലാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജുണ്ട്, ക്രിസ്ത്യൻ മിഷണറി കോളേജ്. ഏകദേശം 1994 ഡിസംബറോട് കൂടി അവസാനിച്ച ഒരു കോളേജായിരുന്നു അത്. ആ കോളേജിനകത്ത് ഉണ്ടായിരുന്ന അമാനുഷികമായ ചില കാര്യങ്ങൾ അവർ കണ്ടെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ചില കൊലപാതകങ്ങളുടെ കണക്കുകൾ അവർക്ക് മുന്നിൽ തെളിയുകയും ചെയ്തിരുന്നു. ആ കോളേജിൽ മരണപ്പെട്ടത് 20ഓളം വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ അവരുടെയൊക്കെ കൂടെ തന്നെ മരണപ്പെട്ട ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കഥകൾ ഞാൻ വ്യക്തമായി പറയാം. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. രണ്ടായിരത്തി 2024 ഈ 7 പേർ അങ്ങോട്ടേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം അവരുടെ കോളേജ് പഠനം പൂർത്തിയാകാൻ ഒരുങ്ങുന്ന സമയത്താണ് അവർ 7 പേരും ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് 1 ദിവസമോ 2 ദിവസമോ സ്റ്റേ ചെയ്യാമെന്ന് കരുതി പോവാൻ ഒരുങ്ങുന്നത്. അതിനുവേണ്ടി സുഹൃത്തുക്കളിൽ ഒരാളായ പ്രവീൺ അദ്ദേഹത്തിന്റെ അച്ഛനെ വിളിച്ച് അവിടെ ഒരു ഹോം സ്റ്റേ റെഡിയാക്കുന്നു. എന്നാൽ ഈ ഹോം സ്റ്റേ ഒരു പുരാതന ഹോം സ്റ്റേ ആയിരുന്നു. ഏകദേശം 100 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു പ്രത്യേകതരം ബംഗ്ലാവായിരുന്നു. എന്നാൽ ഈ ബംഗ്ലാവിലേക്ക് ഈ അടുത്തൊന്നും ആരും താമസിക്കാനെത്തിയിരുന്നില്ല. കാരണം ഈ ബംഗ്ലാവ് നോക്കി നടത്താൻ ഏൽപ്പിച്ചത് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്ത്രീയെയായിരുന്നു. ആ സ്ത്രീയായിരുന്നു ഈ ബംഗ്ലാവും അതിൻ്റെ പരിസര ഭാഗങ്ങളും സൂക്ഷിച്ചും പരിപാലിച്ചും പോന്നിരുന്നത്. പ്രവീണിന്റെ അച്ഛൻ അവർക്ക് എല്ലാ സഹായത്തിനും വേണ്ടി ആ ഒരു വൃദ്ധയായ സ്ത്രീയുടെ മൊബൈൽ നമ്പർ കൂടി പ്രവീണിനും സുഹൃത്തുക്കൾക്കും നൽകിയിരുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ഈ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോയാൽ മതി എന്നും അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ ഒരു സ്ത്രീയെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നും പ്രവീണിന്റെ അച്ഛൻ പ്രവീണിനോടും അതുപോലെ പ്രവീണിന്റെ മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. എല്ലാവരും ഏകദേശം ഹയസ്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ടൂർ പോക്കുകൾ അവരുടെ ജീവിതത്തിൽ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കാർക്കും അത്ര ഗൗരവമുണ്ടായിരുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. ഭൂമി കച്ചവടവും ഫാമും ഒക്കെയായി നടക്കുന്ന പ്രവീണിന്റെ അച്ഛന് ഈ നീലഗിരി എസ്റ്റേറ്റിൽ ചില ഭാഗങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്ക് താമസിക്കാനായി ഇത്തരത്തിലുള്ള ഒരു ഹോം സ്റ്റേ പ്രവീണിന്റെ അച്ഛൻ അവർക്ക് റെഡിയാക്കി കൊടുത്തത്. അങ്ങനെ ഈ 7 പേരും അങ്ങോട്ടേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ അവർ പോയിരുന്നത് ഒരു ലോക്കൽ ടാക്സിയിൽ തന്നെയായിരുന്നു. കാരണം അവർക്കാർക്കും ഡ്രൈവ് ചെയ്യാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നത് മാത്രമല്ല, പ്രവീണിന്റെ അച്ഛൻ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ടാക്സിയാണ് അറേഞ്ച് ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നും അവർ ഈ നീലഗിരി എസ്റ്റേറ്റിലെ ആ ഒരു ബംഗ്ലാവിലേക്ക് ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു പരിധിവരെ മാത്രമേ ഈ ലോക്കൽ ടാക്സി പോരുമായിരുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ചില ഓഫ് റോഡ് വഴികളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാറുകളൊന്നും അങ്ങോട്ടേക്ക് കയറുമായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചില ലോക്കൽ ജീപ്പുകളായിരുന്നു സഹായത്തിന് ഉണ്ടാവുക എന്ന് അവരോട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അങ്ങനെ അവർ കേരളത്തിൽ നിന്നും നീലഗിരി എസ്റ്റേറ്റിലേക്ക് യാത്ര തിരിക്കാൻ ആരംഭിച്ചു. പോകുന്ന വഴിയെല്ലാം അവർ ഉത്സാഹിച്ചും ആർത്തതിമൃത്തുമായിരുന്നു അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ 7 പേരും ആ ബംഗ്ലാവിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഏകദേശം ആ ടാക്സി പോകുന്ന വഴി വരെ അവരെ ആ ടാക്സിയിൽ കൊണ്ടാക്കി. അതിനുശേഷം അവിടെ നിന്നും പോവാൻ അവർക്ക് സഹായമായത് അവിടുത്തെ ചില ലോക്കൽ ജീപ്പുകളായിരുന്നു. അങ്ങനെ ഈ 7 പേരും അവിടെ അവരുടെ കയ്യിൽ ബാഗുകളെല്ലാം എടുത്ത് അവിടെ ഇറങ്ങി. എന്നിട്ട് അവർ ഏറെ നേരം അവിടുത്തെ ജീപ്പിനായി കാത്തിരുന്നു. അതിൽ സുഹൃത്തുക്കളിൽ പലരും ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്ര സമയമായി ഇവിടെ കാത്തു നിൽക്കുന്നു, ഇതുവരെ ജീപ്പൊന്നും വന്നില്ലല്ലോ എന്ന്.
അതിന് പ്രവീണിനെ അവർ എല്ലാവരും വഴക്ക് പറയുകയും ചെയ്തു. നീയാണ് ഈ ടൂറിന്റെ ഐറ്റിനറി മൊത്തം ഏറ്റെടുത്തത്, നിന്റെ പപ്പയല്ലേ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്, എന്നിട്ട് എന്താണ് ഈ കൊടും തണുപ്പത്ത് നമ്മൾക്ക് ഇത്രയും സമയം നിൽക്കേണ്ടി വരുന്നതെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ആർദ്രയും ശ്രേയയും അങ്ങനെ ചില സുഹൃത്തുക്കളൊക്കെ പറയുകയുണ്ടായി. എന്നാൽ പ്രവീണിന്റെ മുന്നിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പ്രവീണിന് തൻ്റെ അച്ഛൻ നൽകിയ ആ വൃദ്ധയുടെ മൊബൈൽ നമ്പർ ഓർമ്മയിൽ വന്നത്. ആ സമയത്താണ് ആ മൊബൈലിലേക്ക് പ്രവീൺ ഡയൽ ചെയ്യുന്നത്. എന്നാൽ പ്രവീണിന്റെ മൊബൈലിനും അതുപോലെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരുടെ മൊബൈലിനും അവിടെ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ നെറ്റ്വർക്ക്സിന് മാത്രമേ അവിടെ കവറേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്നതുകൊണ്ട് തന്നെ മറ്റൊരു സുഹൃത്തിന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് ആ നമ്പറിൽ നിന്നും ഈ വൃദ്ധയെ വിളിച്ചു. എന്നിട്ട് ആ വൃദ്ധയോട് ഫോണിൽ പ്രവീൺ സംസാരിച്ചു. പ്രവീൺ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾ കേരളത്തിൽ നിന്നും ബംഗ്ലാവിലേക്ക് വന്നവരാണ്, ഞങ്ങൾ ഈ പാതി വഴിയിൽ നിൽക്കുകയാണ്, ഞങ്ങളെ കൊണ്ടുപോവാൻ ഇതുവരെ ജീപ്പൊന്നും വന്നില്ല എന്ന് പറഞ്ഞു. അതിന് ആ സ്ത്രീ മറുപടിയായി പറഞ്ഞത്: നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ എത്രയും താമസിച്ചു വരുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു. അതിന് പ്രവീൺ ഒന്ന് ചെവിയിൽ നിന്ന് ഫോൺ എടുത്ത് ഈ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് ഒന്നുകൂടി ആ സ്ത്രീയെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ എന്താണ് പറയുന്നത്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണ് എന്നൊക്കെ അവൻ വീണ്ടും വീണ്ടും ആ സ്ത്രീയോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ സ്ത്രീ ഫോണിലൂടെ ഒരു കാര്യം പറഞ്ഞു: 30 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ ബംഗ്ലാവിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നത്. ഇനി എന്താവുമോ എന്തോ, എനിക്ക് ഇതൊക്കെ ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു എന്ന് ആ സ്ത്രീ പ്രവീണിനോട് ഫോണിലൂടെ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ പ്രവീൺ ഇതെന്താണ് ഈ സ്ത്രീ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലോർത്തു. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു: നിങ്ങളെ കൊണ്ടുപോവാൻ ജീപ്പ് ഉടനെ വരുമെന്ന്. അങ്ങനെ ആ സ്ത്രീ തന്നെ ആ ഫോണ് കട്ട് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് സമയം കാത്തിരുന്നപ്പോഴാണ് അവിടേക്ക് ഒരു ജീപ്പ് വന്നത്. ആ ജീപ്പിലെ ഡ്രൈവർ അവരെ ആകാംക്ഷയോടെയും അതുപോലെ രോക്ഷത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് മനുഷ്യരെ കണ്ടിട്ടില്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞു. എത്ര സമയമായി ഇവിടെ കാത്തു നിൽക്കുന്നു, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ കൂട്ടത്തിലുള്ളവർ പിറുപിറുക്കാൻ തുടങ്ങി. എന്നാൽ അതിന് ആ ഡ്രൈവർ ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു മധ്യവയസ്കനായ ഒരാളായിരുന്നു ആ വണ്ടി ഓടിച്ചിരുന്നത്. ആ സമയത്ത് ആ ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ 7 പേര് എന്തിനാണ് ഇപ്പോൾ ബംഗ്ലാവിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്, നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ എന്താവശ്യമാണുള്ളത് എന്നൊക്കെ. അതിന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു: നിങ്ങൾ നിങ്ങളെ പണി എടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ഡ്രൈവർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു: 30 വർഷങ്ങൾക്ക് മുമ്പേ ആ ബംഗ്ലാവിനടുത്ത ഒരു കോളേജിൽ ചില അമാനുഷികമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഭാഗത്തേക്കൊന്നും ആരും പോവാറില്ല, അതുകൊണ്ടാണ് ഞാനും നിങ്ങളോട് ചോദിച്ചത് എന്ന് പറഞ്ഞു. ആ സമയത്ത് സുഹൃത്തുക്കളിൽ എല്ലാവരും ചോദിച്ചു: അങ്ങനെ അമാനുഷികമായി നടക്കാൻ വേണ്ടി അവിടെ എന്താണ് നടന്നതെന്ന്. അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഡ്രൈവർ പിന്നീട് ഒന്നും മിണ്ടാതെ അവരെ ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കൊണ്ടാക്കി. അങ്ങനെ അവരെല്ലാവരും ആ ജീപ്പിൽ നിന്നും തങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഒരു വൃദ്ധയെ വീണ്ടും ഫോൺ ചെയ്തു. ആ സമയത്ത് കുറച്ച് ദൂരെ നിന്നും ഒരു ഇടവഴിയിലൂടെ ആ സ്ത്രീ കയ്യിലൊരു ടോർച്ച് ലൈറ്റുമായി വരുന്നു. ഏകദേശം പകൽ സമയമാണെങ്കിൽ കൂടി ആ ഒരു ഭാഗം മുഴുവൻ ഇരുട്ട് നിറഞ്ഞ പോലെയായിരുന്നു. ആ സ്ത്രീ പതിയെ പതിയെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ മുഖത്ത് ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ എല്ലാവരോടും അകത്തേക്ക് കയറാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞാൻ കൃത്യസമയത്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കാമെന്നും അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നും ഏകദേശം രാത്രി 8 മണി കഴിഞ്ഞാൽ തന്നെ നിങ്ങളാരും വെളിയിലേക്ക് പോവരുതെന്നും ആ വൃദ്ധ പറഞ്ഞു. അതിന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ പ്രവീൺ അടക്കം ആ വൃദ്ധയോട് ചോദിച്ചു: നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുമെന്ന് ചോദിച്ചു. അതിന് ആ വൃദ്ധ വീണ്ടും ഒരു കാര്യം പറഞ്ഞു: ഇവിടെ നിങ്ങളുടെ ജീവനാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ പകൽ സമയത്ത് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളൂ, എന്നാൽ രാത്രി സമയത്ത് നിങ്ങൾ എങ്ങോട്ടും ഇറങ്ങരുത്, കഴിയുന്നതും ബംഗ്ലാവിനകത്ത് തന്നെ കഴിയുക, പ്രത്യേകിച്ച് നിങ്ങൾ ആ കോളേജിന്റെ ഭാഗത്തേക്ക് പോകരുതെന്ന് കൂടി ആ ഒരു വൃദ്ധ പറഞ്ഞു. ആ സമയത്താണ് അവർ 7 പേരും ആ കോളേജിനെ ഭാഗത്തേക്ക് നോക്കുന്നത്. എല്ലാവരും അത്ഭുതത്തോടെ ആ കോളേജിനെ നോക്കുന്നു. ഒരു പടുകൂറ്റൻ കോളേജ്. ആ കോളേജിന്റെ മുനമ്പിലായി ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു. അതിനടുത്ത് ഒരു ഫ്ലാഗും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഫ്ലാഗ് എന്തിൻ്റെയാണെന്ന് വ്യക്തമല്ല. അത് കരി പിടിച്ച് ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. ആ കോളേജ് മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു.
ആർക്കും വേണ്ടാതെ വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചതുപോലെയുള്ള ഒരു കോളേജ്. ഈ 7 പേരും ആ കോളേജിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് പ്രവീൺ ചോദിച്ചു, ഞങ്ങൾ വരുന്ന വഴിക്ക് ജീപ്പിനകത്ത് ഡ്രൈവർ പറഞ്ഞു 30 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. ആ സമയത്ത് ആ ഒരു വൃദ്ധയുടെ മുഖം മാറി തുടങ്ങി. അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല, നിങ്ങളെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്ന് പറഞ്ഞ് അവർക്ക് മുഖം കൊടുക്കാതെ ആ വൃദ്ധ തൻ്റെ കയ്യിലെ ടോർച്ച് ലൈറ്റുമായി ആ ഇടവഴിയിലേക്ക് തന്നെ തിരികെ നടന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി അവരോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ആ കോളേജിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. രാത്രി സമയത്ത് ആ കോളേജിൽ നിന്നും എന്ത് ശബ്ദം കേൾക്കുകയോ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകാശം കാണുകയോ ചെയ്താൽ പോലും നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകരുതെന്ന് കൂടി പറഞ്ഞു. എന്നിട്ട് ആ വൃദ്ധ വീണ്ടും തിരിഞ്ഞു നടന്നു. എന്നാൽ അന്ന് രാത്രി അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും അവിടെ ഡിസ്കസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നാലും എല്ലാവരും പറയുന്നത് പോലെ ആ കോളേജിന് എന്താണ് സംഭവിച്ചത്, 30 വർഷങ്ങൾക്ക് മുമ്പേ ഈ കോളേജിൽ എന്താവാം നടന്നിരുന്നത് എന്നൊക്കെ അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് പ്രവീൺ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ നടന്നു കാണണം, അല്ലാതെ ഇവിടെയുള്ള എല്ലാവരും അത്തരത്തിലൊരു കമന്റ് ആ കോളേജിനെ കുറിച്ച് പറയില്ലല്ലോ എന്ന്. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കൂട്ടത്തിൽ ശ്രേയ പറഞ്ഞത്, നമുക്ക് കോളേജിലേക്ക് പോയി നോക്കിയാലോ, ഒരു ഹൊറർ ഹണ്ട് പോലെ നമുക്ക് ആ കോളേജിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അതിന് പലരും ആദ്യം എതിർത്തെങ്കിലും എന്നാലും അവസാനം അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകാമെന്ന് സമ്മതിച്ചിരുന്നു. അങ്ങനെ അന്ന് രാത്രി അങ്ങോട്ടേക്ക് പോവാമെന്ന ആ ഒരു ലക്ഷ്യത്തോടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ കോളേജിൽ നിന്നും ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ഒരു പഴയ രീതിയിലുള്ള ഒരു ഇരുമ്പ് കഷ്ണത്തിൽ എന്തോ തടി വെച്ച് മുഴങ്ങുന്ന പോലുള്ള ഒരു മുഴക്കം അവിടെ നിന്നും കേൾക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് കൂട്ടത്തിലുള്ളവർ പറയുന്നത്, കോളേജിന്റെ ബെൽ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്, ഈ സമയത്ത് ആരാണ് അവിടെ ബെല്ലടിക്കാൻ എന്നൊക്കെ. അങ്ങനെ അവർ എല്ലാവരും ഒരു ജനവാതിലിക്കരികിൽ നിന്ന് ആ കോളേജിനെ ഉറ്റുനോക്കുമ്പോഴായിരുന്നു ആ കോളേജിലെ 3ാമത്തെ നിലയിൽ ഒരു പ്രകാശം കണ്ടത്. ഒരു ക്ലാസ് റൂം പോലെയുള്ള ഒരു മുറിയിൽ ഒരു പ്രകാശം. അതുകൂടി കണ്ടതോടെ അവർക്ക് എന്തൊക്കെയോ മനസ്സിൽ ആകാംക്ഷ നിറഞ്ഞു. എത്രയും പെട്ടെന്ന് ആ കോളേജിനകത്തേക്ക് പോകണമെന്ന അതേ വാശിയോടുകൂടി അവർ 7 പേരും അന്ന് രാത്രി തന്നെ കയ്യിൽ മൊബൈൽ ഫോൺ മാത്രമെടുത്ത് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. മൊബൈൽ ഫോണിന്റെ വെളിച്ചം കൊണ്ട് അവർ വഴി തെളിയിച്ച് ആ കോളേജിന് അരികിലേക്ക് നടന്നു. അങ്ങനെ ഈ 7 പേരും ആ കോളേജിന് മുമ്പിലെത്തി. കോളേജിന് അടുത്ത് എത്തിയപ്പോഴാണ് ആ കോളേജിന് ഇത്രയും വലുപ്പമുണ്ടെന്ന് അവർ അറിയുന്നത് തന്നെ. അവർ ചുറ്റുപാടും നോക്കിയിട്ട് പോലും ആ കോളേജ് ബിൽഡിംഗ് തീരുന്നേ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചത്, ഇത്രയും വലിയൊരു കോളേജ് അടച്ചിടണമെങ്കിൽ അതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ടാവും, ചിലപ്പോൾ ഇതിനകത്ത് അമാനുഷികമായ പല വസ്തുക്കളും അതുപോലെ എന്തെങ്കിലും ഈ കോളേജിനെ കുറിച്ചുള്ള എന്തെങ്കിലും ചരിത്രമോ ഈ കോളേജിൽ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അവർ 7 പേരും ആ കോളേജിന്റെ മെയിൻ കവാടം കുത്തി തുറന്ന് അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. എന്നാൽ ആ മെയിൻ കവാടം ഒരു ചങ്ങലയിൽ ഒരു പൂട്ട് വെച്ച് ബന്ധിച്ചതായിരുന്നു. അത് ഒരു കല്ലുപയോഗിച്ച് തകർത്ത് അവർ എല്ലാവരും അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. എന്നിട്ട് ഓരോരുത്തരായി ഓരോ ഭാഗത്തേക്ക് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വെളിച്ചം കൊണ്ട് നടക്കാൻ തുടങ്ങി. അവരുടെ ഓരോ പടിയിലും അവരുടെ പിന്നിൽ ഓരോ ആത്മാക്കൾ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വ്യക്തമാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പേ കാണാതായ 20 വിദ്യാർത്ഥികളും അതുപോലെ ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ പലരും പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഈ 21 പേർ എങ്ങനെ ഇവിടെ നിന്ന് കാണാതായി എന്നതിന് ചില അഭ്യൂഹ കഥകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ഓരോ ഭാഗങ്ങളായി പരിശോധിക്കുന്ന സമയത്താണ് ആ കോളേജിന്റെ ഓഫീസ് മുറി അവർ കാണുന്നത്. അങ്ങനെ ആ കോളേജിന്റെ ഓഫീസ് മുറിയിലേക്ക് കടക്കുന്ന സമയത്ത് അവർക്ക് ഒരു രജിസ്റ്റർ ലഭിക്കുന്നു. ഏകദേശം 1994 ഡിസംബറിലെ ഒരു ഹാജർ പട്ടിക. അതിനകത്ത് അവർ നോക്കുന്ന സമയത്ത് 1994 ശേഷം ആ രജിസ്റ്ററിൽ ആരും തന്നെ എൻ്റർ ചെയ്തിട്ടില്ല. അതായത് ആ രജിസ്റ്ററിൽ ആരും തന്നെ പ്രസന്റ് മാർക്ക് ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല, ആ ഒരു രജിസ്റ്ററിൽ ഒരു ചുവന്ന മഷി കൊണ്ട് ഏകദേശം ഒരു രക്തം കൊണ്ടൊക്കെ എഴുതിയതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിൽ എഴുതിയിരിക്കുന്നു, ഇന്ന് നിങ്ങൾ ആരും വീട്ടിൽ പോകില്ല എന്ന്. എന്നാൽ അതിനവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും മനസ്സിലായി.
1994 ശേഷം ഇവിടെ ഈ ഹാജർ പട്ടിക അവസാനിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് നടന്നു എന്ന് അവർക്കറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിൽ ശ്രേയയ്ക്ക് കാലിൽ തട്ടി ഒരു ഡയറി ലഭിക്കുന്നത്. അതൊരു വിദ്യാർത്ഥിയുടെ ഡയറിയായിരുന്നു. ആ ഡയറി അവൾ സൂക്ഷ്മതയോടെ വായിക്കുന്ന സമയത്താണ് ആ കോളേജിന്റെ മുഴുവൻ ചരിത്രവും അവർക്ക് ലഭിക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1994 അവിടെ ഉണ്ടായിരുന്നത് 20 വിദ്യാർത്ഥികളായിരുന്നു. ആ കോളേജിൽ മൊത്തമായി ഉണ്ടായിരുന്നത് 20 വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ 20 വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി അവിടേക്ക് എത്തിയിരുന്നത് ഒരു പള്ളിയിൽ വികാരിയായി ജോലി ചെയ്യുന്ന ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു. എന്നാൽ ഇദ്ദേഹം വളരെ ക്രൂരനും മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന ഒരു പ്രകൃതവും ഉള്ള ഒരു ആളായിരുന്നു എന്നതും ആ ഒരു ഡയറിയിൽ വളരെയധികം സൂക്ഷ്മമായി കൃത്യതയോടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോട് ക്രൂരമായി മർദ്ദിക്കുന്നതായും ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നില്ല അതിനകത്തെ പ്രധാന പോയിന്റ്സ്. ഒരു ദിവസം അവരുടെ ഫൈനൽ എക്സാമിന്റെ സമയത്ത് ഈ 20 വിദ്യാർത്ഥികളെയും അദ്ദേഹം തോൽപ്പിക്കുകയുണ്ടായി. അവർക്ക് എല്ലാവർക്കും അത്യാവശ്യം മാർക്കുകൾ ഉണ്ടായിട്ടുകൂടി ആ പ്രൊഫസർ അവരെ തോൽപ്പിക്കുകയുണ്ടായി. അതിലെല്ലാവർക്കും ദേഷ്യം തോന്നിയ ഈ 20 വിദ്യാർത്ഥികളും ചേർന്ന് ആ പ്രൊഫസറെ കൊല്ലാനായി തീരുമാനിക്കുന്നു. ആ പ്രൊഫസർ 3-ാം നിലയിലേക്ക് പോയ ഒരു സമയത്ത് ഈ 20 വിദ്യാർത്ഥികളും പ്ലാൻ ചെയ്ത് ആ പ്രൊഫസറെ ആ ഫ്ലോറിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല ചെയ്യുകയായിരുന്നു എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ 20 വിദ്യാർത്ഥികളും പിന്നീട് ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന സമയത്ത് ആ കോളേജിൽ വെച്ച് തന്നെ അവരെ കാണാതായി എന്നാണ് പറയുന്നത്. അതിനു പുറമെ ഒരുപാട് പോലീസ് അന്വേഷണങ്ങൾ വന്നിട്ടും ഈ 20 പേരെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ പ്രൊഫസറുടെ ശവശരീരം മാത്രമേ പോലീസുകാർക്ക് അവിടെ നിന്നും ലഭിച്ചുള്ളൂ. അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം സ്ഥിരീകരിച്ചതിനു ശേഷം ആ കോളേജിന്റെ പരിസരത്ത് തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. എന്നാൽ ആ കാലഘട്ടത്ത് ഈ 20 വിദ്യാർത്ഥികളും താമസിച്ചിരുന്നതായിരുന്നു ആ കോളേജിന് തൊട്ടടുത്തുള്ള ആ ബംഗ്ലാവ്. അന്ന് അവരുടെ ഹോസ്റ്റലായിരുന്നു അത്. ആ പ്രൊഫസർ തന്നെയായിരുന്നു അവിടുത്തെ വാൾ. എന്നാൽ ഒരു ദിവസം ഒരു പകലിൽ ഈ 20 പേരും അവിടെ നിന്നും കാണാതാകണമെങ്കിൽ ആ പ്രൊഫസറുടെ ആത്മാവായിരിക്കാം അതിന് പിന്നിലെന്ന് എല്ലാവരും വിശ്വസിച്ചു പോന്നിരുന്നു എന്നൊക്കെയാണ് ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ ഡയറി കൂടി കയ്യിൽ പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഓരോ നിലകളിലേക്കും കയറാൻ തീരുമാനിച്ചു. എല്ലാ നിലകളിലും ക്ലാസ് മുറികളുണ്ട്, എല്ലാ ക്ലാസ് മുറികളിലും ബെഞ്ചുകളുണ്ട്. അങ്ങനെ അവർ 3-ാമത്തെ നിലയിലെത്തി. അങ്ങനെ ദൂരെ നിന്നും ആ 3-ാമത്തെ നിലയിൽ എത്തുന്ന സമയത്ത് ഒരു ക്ലാസ് മുറിയിൽ മാത്രം വെട്ടം കാണുന്നുണ്ടായിരുന്നു. ഒരു ഫ്ലോറസെന്റ് ബൾബൊക്കെ കത്തിച്ച് വെച്ച രീതിയിലുള്ള ഒരു വെട്ടം അവിടെ തന്നെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ 7 പേരും ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് അവർ ഒരു വിചിത്രമായ കാഴ്ച കാണുന്നത്. 20 വിദ്യാർത്ഥികൾ അവിടെ ആ കോളേജിൽ ആ ക്ലാസ് മുറിയിലിരിക്കുന്നു. അതിൻ്റെ തൊട്ടു മുന്നിലായി ആ പ്രൊഫസർ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ആ 20 വിദ്യാർത്ഥികൾക്കും ആ പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർ സൂക്ഷിച്ചു നോക്കുമ്പോഴായിരുന്നു ആ 20 വിദ്യാർത്ഥികൾക്കും മുഖമുണ്ടായിരുന്നില്ല. ഒരു കറുപ്പ് കലർന്ന നിറം മാത്രമായിരുന്നു. ആ പ്രൊഫസർ എന്തൊക്കെയോ ഇംഗ്ലീഷിലും അതുപോലെ മറ്റ് പല ഭാഷകളിലും ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. വിദ്യാർത്ഥികൾ മുഖമില്ലാതെ തന്നെ ബുക്കുകളിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 7 പേരും അവരെ വിചിത്രമായി നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രൊഫസർ അവരെ തിരിഞ്ഞു നോക്കുന്നത്. എന്നാൽ ആ പ്രൊഫസറുടെ മുഖം മാത്രം അഴുകിയ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ പോലെ തന്നെയായിരുന്നു. ഈ കാഴ്ച കൂടി കണ്ടപ്പോൾ തന്നെ ഈ 7 പേരുടെയും ഏകദേശം ശ്വാസം അവസാനിച്ചിരുന്നു. എന്നാൽ ഈ 7 പേർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. അവരെല്ലാവരും ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് മുന്നിൽ വഴി കാണുന്നുണ്ടായിരുന്നില്ല. അവർ കയറി വന്ന പടിക്കെട്ടുകൾ പോലും അവർക്ക് മുന്നിൽ കാണുന്നുണ്ടായിരുന്നില്ല. അവർ എല്ലാ ഭാഗത്തേക്കും ഓടാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്നാൽ ഈ ആത്മാക്കളൊന്നും അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ വിദ്യാർത്ഥികളും ഈ പ്രൊഫസറും തമ്മിൽ അവിടെ വഴക്ക് കൂടുന്ന പോലെയായിരുന്നു സംസാരം കേട്ടിരുന്നത്. വിദ്യാർത്ഥികൾ പ്രൊഫസറോട് ഷൗട്ട് ചെയ്യുന്ന രീതിയിലും അതുപോലെ പ്രൊഫസർ വിദ്യാർത്ഥികളോട് വീണ്ടും ഷൗട്ട് ചെയ്യുന്ന രീതിയിലുമുള്ള അമാനുഷികമായ കാഴ്ചകൾ മാത്രമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥികൾ ആ പ്രൊഫസറെ ആക്രമിക്കുന്ന പോലെയും പ്രൊഫസർ
വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന പോലെയുമുള്ള കുറേ കാഴ്ചകൾ. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന അനന്തൻ എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ അവൻ്റെ മുത്തശ്ശി പൂജിച്ചു നൽകിയ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ഈ ആത്മാക്കൾ അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നവരും ആ ബ്രേസ്ലെറ്റിൽ എന്തോ ഒരു വിചിത്രമായ ഒരു ശക്തി അവരെ അങ്ങോട്ട് തടയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ പുലരും വരെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവർക്കാർക്കും അവിടെ നിന്നും രക്ഷപ്പെടാനേ സാധിച്ചില്ല. ആ ആത്മാക്കളുടെ മുന്നിൽ അനന്തന്റെ കയ്യിലെ ആ രക്ഷയായിരുന്നു അവർക്കെല്ലാവർക്കും സഹായമായി തോന്നിയത്. പിന്നീട് നടന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിചിത്രമായിരുന്നു. ആ പ്രൊഫസർ തൻ്റെ കയ്യിൽ ഒരു ഹാജർ പട്ടിക എടുത്ത് ഉറക്കെ ഉറക്കെ പേര് വിളിക്കാൻ തുടങ്ങി. ആ പേരിൽ പ്രവീൺ, ശ്രേയ അങ്ങനെ ഉണ്ടായിരുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും പേരുണ്ടായിരുന്നു. ഓരോരുത്തരെയായി വിളിക്കുന്ന സമയത്ത് അവരൊക്കെ അവിടെ തന്നെ മയങ്ങി വീഴുന്നതായി അനന്തൻ കണ്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അനന്തൻ എന്ന് അദ്ദേഹം 3 തവണ വിളിച്ചിട്ടും അനന്തന് ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന അരുൺ മുഴുവനായി ആ പ്രൊഫസറുടെ അധീനതയിലായി. എന്നാൽ അനന്തൻ പുലരും വരെ, ഏകദേശം പ്രഭാതം പൊട്ടിവിരിയും വരെ ആ ഒരു ബ്രേസ്ലെറ്റിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. പുലരാൻ തുടങ്ങിയതോടുകൂടി ആ പ്രൊഫസറുടെ ശക്തി പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ഒരു കാറ്റിൽ ഒരു വസ്തു അലിഞ്ഞു പോകുന്നത് പോലെ ആ പ്രൊഫസറും ആ 20 വിദ്യാർത്ഥികളുടെ ആത്മാവും അവിടം ലയിച്ചു പോയിക്കൊണ്ടിരുന്നു. ഏകദേശം സൂര്യന്റെ വെളിച്ചം ആ കോളേജിന്റെ വരാന്തകളിൽ പതിച്ചതോടെ ആ അമാനുഷികമായ ആ ദുഷ്ടാത്മാക്കൾ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. പിന്നീടാണ് അവർക്ക് പോവേണ്ട വഴികളൊക്കെ വ്യക്തമായി കണ്ടിരുന്നത്. ഉടനെ ചെന്ന് അനന്തൻ എല്ലാവരെയും ഉണർത്തി അവിടെ നിന്നും കൊണ്ടുപോകാനായി ശ്രമിച്ചു. അങ്ങനെ എല്ലാവരെയും കൊണ്ട് അവർ ചെന്നത് അവർ താമസിക്കാനെത്തിയ ബംഗ്ലാവിലേക്കായിരുന്നു. ആ ബംഗ്ലാവിൽ അവരെത്തുന്ന സമയത്ത് ആ ഒരു വൃദ്ധ അവരെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നില്ലേ ഒരിക്കലും ആ കോളേജിനടുത്തേക്കോ ആ കോളേജിനുള്ളിലേക്കോ പോകരുതെന്ന്. നിങ്ങൾ അവിടെ കണ്ട കാഴ്ചകളൊന്നും ഇനി ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ കൂടെ ആ ഒരു വൃദ്ധ ഒരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? ആ 20 വിദ്യാർത്ഥികളിൽ കാണാതായ ആ 20 വിദ്യാർത്ഥികളിൽ ഒരാൾ എൻ്റെ മകനായിരുന്നു. എൻ്റെ മകൻ ഒരിക്കൽ കൂടി എന്നെ തേടി വരുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ ബംഗ്ലാവിനടുത്ത് തന്നെ താമസിക്കുന്നത്. ആ കോളേജിൽ മുഴുവൻ ദുഷ്ടാത്മാക്കളും പ്രേതാത്മാക്കളും ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ആ ദുഷ്ടനായ പ്രൊഫസർ എൻ്റെ മക്കളെ എന്തു ചെയ്തു എന്ന് എനിക്ക് ഇന്നും വ്യക്തമല്ല. പകയും വിദ്വേഷവും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ചാണ് അന്ന് ആ 7 പേരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ആ 7 പേരും ഈ ചിന്തയിൽ തന്നെ പിന്നീട് ആ ബംഗ്ലാവിനുള്ളിൽ നിന്നും ആ നീലഗിരി എസ്റ്റേറ്റിനകത്ത് നിന്നും ഇറങ്ങാൻ തുടങ്ങി. പിന്നീട് ഇത്രയും കാലമായിട്ടും ഈ 7 പേരിൽ ഒരാൾ പോലും ആ കോളേജിന്റെ ഭാഗത്തേക്കോ ഈ നീലഗിരി എസ്റ്റേറ്റിലെ ബംഗ്ലാവിലേക്കോ പോയിട്ടില്ല. പിന്നീട് ആ വൃദ്ധയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും ആർക്കും വ്യക്തമല്ല. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്.